വയനാട് ടൗൺഷിപ്പ് പദ്ധതിയെ തുരങ്കം വെച്ച UDF നേതാക്കൾ പദ്ധതിയുടെ പിതൃത്വം ഏറ്റെടുക്കുന്നത് അപഹാസ്യപരമെന്ന LDF വയനാട് ജില്ലാ കമ്മിറ്റി. ദുരന്തമുണ്ടാകുമ്പോൾ വിവിധ സംസ്ഥാന സർക്കാരുകൾ സഹായം നൽകാറുണ്ട്. എന്നാൽ രാഹുലും പ്രിയങ്കയും എത്ര പണം നൽകിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വെളിപ്പെടുത്തണമെന്ന് CK ശശീന്ദ്രൻ. വയനാട് ടൗൺഷിപ്പ് സന്ദർശിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF പലപ്പോഴും ഇത് നടപ്പിലാക്കാതിരിക്കാനുള്ള നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. ആദ്യത്തെ തടസ്സം ഭൂമി ഏറ്റെടുക്കാനുള്ളതായിരുന്നു. തോട്ടം മാനേജ്മെൻറ്റുകൾ കോടതിയെ സമീപിച്ചപ്പോൾ സ്ഥലം MLA ആയിട്ടുള്ള T സിദ്ദിഖ് ഒരക്ഷരം അതിനായിട്ട് മിണ്ടിയതേയില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് ഭൂമി കിട്ടാതിരിക്കട്ടെ എന്നായിരുന്നു. കോൺഗ്രസിൻ്റെ 230 വീടെവിടെ എന്ന ചോദ്യം വളരെ ഗൗരവമായി രാജ്യത്ത് ഉയർന്നു വന്നു. അപ്പോൾ സ്ഥല MLA കൂടി ആയിട്ടുള്ള സിദ്ദിഖ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പറഞ്ഞു ഡിസംബർ 28 തറക്കല്ലിടും. പിന്നെ പറഞ്ഞു ഏപ്രിൽ 10 പിന്നീട് അദ്ദേഹം പറഞ്ഞു ജനുവരി 10 മുമ്പായിട്ട് തറക്കല്ലിടുമെന്ന്. ഇതിൻ്റെ ഇടയിലാണ് ബത്തേരിയിൽ വെച്ച് കോൺഗ്രസിൻ്റെ ലക്ഷ്യ എന്ന പേരിലുള്ള നേതൃത്വ ക്യാമ്പ് നടന്നിരുന്നത്. ആ ക്യാമ്പിൽ ഒരു പരസ്പര ധാരണയുണ്ടാക്കി ഈ വീടിന് ആളുകൾ ചോദിക്കുമ്പോൾ മറുപടി പറയുന്നതിന് വേണ്ടി ഒരു ആക്ഷേപഹാസ്യ നാടകം ഇവിടെ അരങ്ങേറുകയായിരുന്നു. ജനുവരി 7 കാണാം സിദ്ദിഖ് ഇവിടെ വന്നിട്ട് പറഞ്ഞു, MLA അദ്ദേഹം ഇവിടെ വന്നിട്ട് പറഞ്ഞു, കുറേ അകമ്പടി സേവാ സംഘക്കാരുണ്ടായിരുന്നു ജനപ്രതിനിധികൾ എന്ന നിലക്ക്. അവരെല്ലാം കൂട്ടി ഇവിടെ വന്നിട്ട് പറഞ്ഞു കർണാടക ഗവൺമെൻറ് 10 കോടി കൊടുത്തിട്ടുണ്ട്, അതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞ കാശ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ചെലവിലാണ് ഇതെല്ലാം നിർവഹിക്കുന്നതെന്ന് ഒരു കണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടിയെപ്പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചു കൊണ്ടാൻ വേണ്ടി കഴിയും. പ്രിയങ്ക ഗാന്ധി എത്ര പൈസ കൊടുത്തു? സിദ്ദിഖ് പറയട്ടെ. പ്രിയങ്ക ഗാന്ധി ഇതിനു വേണ്ടി എത്ര പൈസ കൊടുത്തു? രാഹുൽ ഗാന്ധി രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവല്ലേ, അദ്ദേഹത്തിനും കൊടുക്കാലോ സംഭാവന. രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് നിലക്കും കുറച്ചു കാലം വയനാടിൻ്റെ MP കൂടിയായിരുന്നല്ലോ. അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത്? വയനാടിന് 2 MPമാരുണ്ട്, ഒന്ന് പ്രിയങ്ക ഗാന്ധി, പിന്നെ ഞാനും വയനാടിൻ്റെ MP എന്ന് പറഞ്ഞാൽ കൊടുത്തോ? എന്തെങ്കിലും കാശ് കൊടുക്കണ്ടേ? രാഹുൽ ഗാന്ധിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്താൽ മതി. ഞങ്ങളുടെ MPമാരെല്ലാം കൊടുത്തല്ലോ. 1 കോടി രൂപയാണ് ജോൺ ബ്രിട്ടാസ് കൊടുത്തിരിക്കുന്നത്, 1 കോടി രൂപയാണ് സുനീർ കൊടുത്തിരിക്കുന്നത്, സന്തോഷ് കുമാർ കൊടുത്തിരിക്കുന്നത്, അതുപോലെ തന്നെ ശിവദാസൻ കൊടുത്തു, K രാധാകൃഷ്ണൻ കൊടുത്തു, ജോസ് K മാണി 1 കോടി കൊടുത്തു. എന്തെങ്കിലും പൈസ രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഞാൻ പറയുന്നില്ല, അദ്ദേഹം കൊടുത്താൽ നന്നു, അത് വേറെ കാര്യം. രണ്ടാമത് പ്രിയങ്ക ഗാന്ധി കൊടുക്കാൻ ബാധ്യസ്ഥയല്ലേ, നമ്മുടെ MP അല്ലേ. ജോഷ്ല ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ജോഷ്ല, അതായത് നോക്കൂ, VD സതീശൻ സിദ്ദിഖ് സ്ഥലം MLA ആണ്. സിദ്ദിഖ് പറയുന്നത് എന്താണ്? അവിടെ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്, കോണ്ടൂർ രീതിയിലുള്ള മാപ്പിംഗ് അടക്കം കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. സണ്ണി ജോസഫ് KPCC പ്രസിഡന്റാണ്, അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് സ്ഥലം കണ്ടെത്തണം, ഇതുവരെ സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് നോക്കൂ, VD സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെക്കുന്നു, അതായത് 1 മിനിറ്റിനുള്ളിൽ 300 വീടുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ് VD സതീശൻ. ഇത്തരത്തിലുള്ള നുണ ഫാക്ടറിയാണ് UDF എന്നുള്ളത്. ഇവിടെ ഇതാ വയനാട്ടിൽ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഈ ലക്ഷ്യ എന്ന് പറഞ്ഞൊരു ക്യാമ്പ്, അവിടെ നേതൃ ക്യാമ്പ് നടക്കുന്നു. അതിനുശേഷം ഒത്തുകളിച്ചുകൊണ്ട് അവർ ഒരു തീരുമാനമെടുക്കുകയാണ്. അതിന് പിന്നാലെ T സിദ്ദിഖ് സ്ഥലം വന്ന് സന്ദർശിക്കുന്നു. ഈ ടൗൺഷിപ്പ് തങ്ങളുടേതാണ് എന്ന് ജനങ്ങളിലേക്ക് പറഞ്ഞ് വരുത്താൻ വേണ്ടിയുള്ള ചില പ്രസ്താവനകളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും നടക്കുന്നു. എന്തായാലും ഇതിനെയൊക്കെ പൊളിച്ചെടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ CK ശശീന്ദ്രൻ അടക്കമുള്ള നേതാക്കളുടെ ഒരു പ്രതികരണം വരുന്നത്. ടൗൺഷിപ്പിൽ LDF നേതാക്കൾ വാർത്താ സമ്മേളനം കഴിഞ്ഞതേയുള്ളൂ. തോട്ടം തൊഴിലാളി പ്രശ്നമുണ്ടായപ്പോൾ സർക്കാർ ഈ ഭൂമി ഏറ്റെടുക്കാൻ തുടങ്ങിയപ്പോൾ തോട്ടം തൊഴിലാളി പ്രശ്നത്തിൽ ഒരിടപെടലും T സിദ്ദിഖ് MLA നടത്തിയില്ല. അന്ന് തോട്ടം തൊഴിലാളി പ്രശ്നത്തിൽ മിണ്ടാതിരുന്ന് എങ്ങനെയെങ്കിലും ഭൂമി കിട്ടാതിരിക്കാനുള്ള ശ്രമമാണ് T സിദ്ദിഖ് MLA അന്ന് നടത്തിയത്. ലക്ഷ്യ ക്യാമ്പ് പരസ്പര ധാരണയുണ്ടാക്കി ടൗൺഷിപ്പിൽ T സിദ്ദിഖ് നാടകം കളിക്കുകയായിരുന്നു എന്നാണ് LDF നേതാക്കൾ ആരോപിച്ചത്. മാത്രമല്ല ആന്ധ്ര, രാജസ്ഥാൻ അടക്കമുള്ള തമിഴ്നാട് സർക്കാരുകൾ അടക്കം ഇവിടെ പണം നൽകിയിട്ടുണ്ട്. ഇതൊക്കെ സർക്കാരുകൾ തീരുമാനിക്കുന്നതാണ്, അല്ലാതെ കോൺഗ്രസ് തീരുമാനിക്കുന്ന പണമല്ല ഇവിടേക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. അവസാനം VD സതീശൻ കർണാടക സർക്കാർ നൽകിയ പണത്തിന്റെ കണക്ക് പറഞ്ഞുകൊണ്ട് ടൗൺഷിപ്പിൽ അധികാരവുമായി ഇന്നലെ T സിദ്ദിഖ് അതിന്റെ ഭാഗമായി എത്തിയതിന്റെ തൊട്ടു പിന്നാലെയാണ് LDF നേതാക്കൾ ഇന്ന് ഇവിടെ വാർത്താ സമ്മേളനം വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ തന്നെ ബോധ്യപ്പെടുത്തിയത്. അന്ന് ടൗൺഷിപ്പിന്റെ തറക്കല്ലിട്ടപ്പോൾ വന്ന MLA പിന്നീട് വരുന്നത് കഴിഞ്ഞ ദിവസം 7-ാം തീയതിയാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. ഇവിടെ വന്ന് അധികാരമുണ്ടാക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ഗീബൽസിയൻ തന്ത്രം നുണ പറഞ്ഞ് അതിനെ സത്യമാക്കി മാറ്റുന്ന ഗീബൽസിയൻ തന്ത്രമാണ് T സിദ്ദിഖ് MLA നടത്തുന്നതെന്നാണ് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം
CK ശശീന്ദ്രൻ നമ്മളോട് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. LDF നേതാക്കളുടെ വാർത്താ സമ്മേളനം ഇപ്പോൾ അവസാനിച്ചതേ ഉള്ളൂ. ഇപ്പോൾ CPIM ജില്ലാ സെക്രട്ടറി ടൗൺഷിപ്പ് സന്ദർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് ടി സിദ്ദിഖിന്റെ വരവിനെ കുറിച്ച് ചോദിക്കാം. ടി സിദ്ദിഖ് കഴിഞ്ഞ ദിവസം ഇവിടേക്ക് വന്നു, വലിയൊരു നാടകം കളിച്ചു എന്നാണ് LDF നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്തായിരുന്നു എന്ന് വ്യക്തമാക്കാമോ? ടൗൺഷിപ്പ് നിർമ്മാണം തുടങ്ങിയിട്ട് ഇത്ര മാസങ്ങൾ കഴിയുമ്പോഴും ഈ ഏറ്റവും അദ്ദേഹത്തിൻ്റെ MLA ഓഫീസിന് തൊട്ടടുത്ത പ്രദേശത്താണ് ഈ ടൗൺഷിപ്പ് വരുന്നത്. എന്നിട്ട് പോലും ഇതുവരെ എത്താതിരുന്ന MLA ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിൻ്റെ ഉദ്ഘാടനം ഫെബ്രുവരിയിൽ നടക്കും, ആളുകൾക്ക് കൈമാറുമെന്ന് വ്യക്തമാക്കുകയും വളരെ ദ്രുതഗതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയും ചെയ്യുമ്പോൾ ഇത് ഞങ്ങളുടേതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള നാടകമാണ് യഥാർത്ഥത്തിൽ സിദ്ദിഖ് കളിച്ചത്. അതൊന്നും വിലപ്പോകാൻ പോകുന്ന കാര്യമല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. മാത്രമല്ല, കോൺഗ്രസിൻ്റെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രൂപത്തിൽ വിമർശനമാണ് ആളുകളിൽ നിന്ന് ഉയരുന്നത്. കാരണം 1.5 വർഷം പിന്നിടുമ്പോഴും പിരിച്ച പണം എവിടെയാണെന്നോ ആ പിരിച്ച പണം എത്രയാണെന്നോ സ്ഥലം എവിടെയെങ്കിലും കണ്ടെത്തിയോ എന്നുള്ളതോ ഒരു കാര്യത്തെക്കുറിച്ചും ഒരു വ്യക്തതയില്ല. വലിയ രൂപത്തിലുള്ള തട്ടിപ്പാണ് യഥാർത്ഥ ദുരന്തബാധിതരുടെ പേരിൽ കോൺഗ്രസ് നടത്തിയിട്ടുള്ളത്. ഇത് ജനങ്ങൾക്ക് മുമ്പിൽ വളരെ കൃത്യമായി വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ മറുപടി പറയാൻ ഇല്ലാത്ത അവസ്ഥയിലേക്കായപ്പോൾ സർക്കാരിൻ്റെ ടൗൺഷിപ്പിൻ്റെ ഭാഗമായി വന്ന് ഇത് ഞങ്ങളതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ഇത് അങ്ങേയറ്റം അപഹാസ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകൾ കൊണ്ടൊന്നും ജനങ്ങളിൽ നിന്ന് ഉയരുന്ന പ്രതിഷേധം കോൺഗ്രസിന് തടഞ്ഞു നിർത്താൻ കഴിയില്ല. ഭദ്ര, CPM ജില്ലാ സെക്രട്ടറി K റഫീഖാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് ഇതൊരു തരം ഗിമ്മിക്കാണ്. നേരത്തെ CK ശശീന്ദ്രൻ സംസാരിച്ചതുപോലെ തന്നെ എല്ലാറ്റിൻ്റെയും ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഇതുകൂടി എൻ്റേതാണെന്ന് പറയുന്ന എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ അഭിനവ എട്ടുകാലി മമ്മൂഞ്ഞിനെയാണ് വയനാട് കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ സാധിച്ചത് എന്നുള്ളതാണ്. ടി സിദ്ദിഖ് MLA ആണ് എന്നുള്ളതാണ് നേരത്തെ വ്യക്തമാക്കിയത്. എന്തായാലും MP എന്താണ് ചെയ്തത്, പ്രിയങ്ക ഗാന്ധി MP എന്താണ് ഈ വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ മണ്ഡലത്തിൽ ചെയ്തത്, അല്ലെങ്കിൽ ദുരന്ത ബാധിതർക്ക് വേണ്ടി എന്ത് പണമാണ് നൽകിയത് എന്നുള്ള കാര്യം വ്യക്തമാക്കണം. അതുപോലെ തന്നെ ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള MP മാർ, നമുക്കറിയാം ഈ നാട്ടിലെ MP അല്ലാതിരുന്നിട്ട് പോലും ഈ നാട്ടുകാർക്ക് വലിയൊരു ദുരന്തം വന്നപ്പോൾ കോടിക്കണക്കിന് രൂപ MP ഫണ്ടിൽ നിന്നും നൽകിയവരാണ് ഇവരൊക്കെ തന്നെ, മറ്റ് ഇടതുപക്ഷ MP മാരൊക്കെ തന്നെ. എന്നിട്ട് പോലും ഇവിടുത്തെ MP ഒരു പൈസ പോലും നൽകാൻ തയ്യാറായില്ല. UDF പിരിച്ച പണം അത് ലീഗിന്റെ വീടിന് പോലും ഇപ്പോൾ കണക്ക് പറഞ്ഞു വരികയാണ് കോൺഗ്രസ് നേതൃത്വം ചെയ്യുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസ് പിരിച്ച പണം അതിന്റെ ആപ്പ് പോലും കാണാനില്ല. കോൺഗ്രസ് പിരിച്ച പണം എത്രയെന്ന് ഉള്ള കണക്കില്ല. ഭൂമി കണ്ടെത്തിയെന്ന് ഒരാൾ പറയുന്നു, ഭൂമി കണ്ടെത്തണം എന്ന് മറ്റൊരാൾ പറയുന്നു. ഇങ്ങനെ നേതാക്കൾ തമ്മിൽ പോലും ഇതിനൊരു സ്വരച്ചേർച്ചയില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്നിട്ട് പോലും ഇത് ടൗൺഷിപ്പിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ടൗൺഷിപ്പിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പൂർത്തിയാവാൻ പോവുകയാണ്. എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളോടും കൂടി ലോകോത്തര മാതൃകയിലാണ് ടൗൺഷിപ്പിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അന്ന് കണ്ട ആ സ്വപ്ന പദ്ധതി തന്നെയാണ് നടപ്പിലാകുന്നത് എന്ന് കണ്ടതോടുകൂടി ടി സിദ്ദിഖ് ഇവിടേക്ക് വരികയായിരുന്നു. ടി സിദ്ദിഖ് ഇതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നാണ് LDF നേതാക്കൾ പറഞ്ഞത്. എന്നാൽ കോൺഗ്രസിന്റെ വീടെവിടെ എന്ന ചോദ്യത്തിന് അവർക്ക് ഉത്തരം പറയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ടൗൺഷിപ്പിന്റെ ഭാഗമാകാൻ അവർ ശ്രമിക്കുന്നത്. സർക്കാർ എന്തായാലും ഫെബ്രുവരി മാസത്തിൽ ടൗൺഷിപ്പ് കൈമാറും, ദുരന്ത ബാധിതർക്കായി കൈമാറും. അതിലൊരു സംശയവും ടി സിദ്ദിഖ് MLA അടക്കമുള്ളവർക്ക് വേണ്ട. ടി സിദ്ദിഖ് MLAയുടെ ഓഫീസ് എന്ന് പറയുന്നത് കൽപ്പറ്റ ഇതിനടുത്താണ്, ഈ ഒരു ടൗൺഷിപ്പിന് അടുത്താണ് MLAയുടെ ഓഫീസ്. എന്നാൽ ഇന്ന് വരെ ഈ ഒരു ടൗൺഷിപ്പിലേക്ക് വന്ന് നോക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഇപ്പോഴാണ് മിനിഞ്ഞാന്നാണ് ഇതിന്റെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഇവിടേക്ക് വരാൻ അദ്ദേഹത്തിന് സാധിച്ചത്. ഇതൊരു തരം കോൺഗ്രസിന്റെ വീട് എവിടെയെന്ന് ചോദിക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ കലണ്ടർ കയ്യിലുണ്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് ഈ പ്രതിപക്ഷം മാറുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. എന്തായാലും സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പ് അതിലെ വീടുകളൊക്കെ ഫെബ്രുവരിയിൽ തന്നെ കൈമാറും എന്നുള്ളതാണ് ഇപ്പോൾ LDF നേതാക്കൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്.